നടന നാട്യങ്ങളിൽ അഗ്രഗണ്യർ അല്ലെങ്കിലും തങ്ങളുടെ ഉള്ളിലുള്ള ചെറിയ കഴിവിനെ ഒന്ന് പുറത്തെടുക്കുവാനായി അവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അമ്മച്ചിമാരെന്നാൽ പഞ്ചറായ അമ്മച്ചിമാരെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇത് നല്ല പഞ്ചുള്ള മൊഞ്ചുള്ള അമ്മച്ചിമാരാ. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കൂകി നിരുത്സാഹപ്പെടുത്തരുത് എന്ന അപേക്ഷയോടെയാണ് ഇവർ ഇന്നിവിടെ അണിനിരക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അമ്മച്ചിമാരെ. നമുക്കിനി ഇവരെ ഒന്ന് വിശദമായി പരിചയപ്പെട്ടാലോ? ജീവിതത്തിൽ വാചകത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷെ കൊച്ചു ത്രേസ്യക്കുറിച്ചിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അവരുടെ പാചകം ലോക തോൽവിയാണെന്ന് നാം അറിയാത്തത് വാചകം ഒന്നുകൊണ്ട് മാത്രമാണ്. വാചക വിദഗ്ധ അല്ലല്ല, പാചക വിദഗ്ധ മണിമലയിൽ നിന്നും വന്ന കൊച്ചു ത്രേസ്യക്കൊച്ച്. പാവങ്ങൾക്ക് എന്തിനാണ് ഈശ്വര ഇത്ര സൗന്ദര്യം എന്ന പ്രശസ്ത സിനിമാ ഡയലോഗ് സ്വന്തം ജീവിതത്തിലെ ആപ്തവാക്യമായി സ്വീകരിച്ച് വെളുക്കാൻ വേണ്ടി പലതും വാരിത്തേച്ച് സ്വയം വെളുത്തില്ലെങ്കിലും കുടുംബം വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാലായിൽ നിന്ന് വന്ന അന്നോസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അന്നക്കുട്ടി. ലൈക്കിനും ഷെയറിനും വേണ്ടി കണ്ടതും കേട്ടതുമായ സർവ്വകാര്യങ്ങളും റീൽസായും സ്റ്റാറ്റസായും പോസ്റ്റ് ചെയ്ത് വൈറലാവാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച് മറ്റുള്ളവരെ വേർപ്പിച്ചുകൊണ്ടിരിക്കുന്ന റീൽസുകളുടെ രാജകുമാരി ഏലിക്കുട്ടി. രാജ്യത്തിന് വേണ്ടി മെഡൽ വാങ്ങിയവരെ വരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അവസാനം കയ്യിൽ തഴമ്പായി മാറി കൈയടിക്കൽ ഒരു സ്പോർട്സ് ഐറ്റമാക്കി മാറ്റണമെന്ന നിരന്തര ആവശ്യവുമായി സ്പോർട്സ് കൗൺസിലുകളുടെ പിന്നാലെ പായുന്ന കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വന്ന മറിയക്കുട്ടി. വെളിയിൽ പഠിച്ച് പീഡിയാട്രിക് വാർഡിലേ ജോലി ചെയ്യുകയുള്ളൂ എന്ന ശബ്ദം നിറവേറ്റാനാകാതെ വന്നപ്പോൾ സ്വന്തം ജീവിതത്തിലൂടെ ആ സ്വപ്നം സാക്ഷാത്കരിച്ച് കുട്ടികളെ വളർത്തുന്നതിൽ PhD എടുത്ത കട്ടപ്പനയിൽ നിന്നും വന്ന കത്രീനാമ. ചിരിയോടെ കൊഞ്ചി കളിയാടി
പറയാൻ മറന്നുപോയി. നമ്മുടെ അമ്മച്ചിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് ചോദിച്ചാലും പാട്ടിലൂടെ മാത്രമേ ഇതിന് മറുപടി പറയുകയുള്ളൂ. നമുക്കൊന്ന് ചോദിച്ചാലോ? ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്ത് നല്ല സുന്ദരിമാരായിട്ടാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത്. ഈ പ്രായത്തിലും ഈ സൗന്ദര്യം നിലനിർത്തുന്നതിന്റെ രഹസ്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? പോട്ടെ, നമുക്കൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു കാലമാണ് നമ്മുടെ കൗമാരക്കാലം. നിങ്ങളുടെ കൗമാരകാലത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? പൊന്നെന്തിനാ തനി തഞ്ചാവൂര് പട്ടെന്തിനാ തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തന്തിന കാടേ കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ട് കറക്കാടേ പണ്ടുപോലെ പറക്കാടേ. കൗമാരം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തത് കല്യാണം ആയിരിക്കും അല്ലേ? ആദ്യമായിട്ട് അപ്പച്ചന്മാര് നിങ്ങളെ കാണാൻ വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ? നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഞങ്ങൾക്ക് പിടികിട്ടി. ഇനി അപ്പച്ചന്മാരുടെ ഉള്ളിൽ എന്തായിരുന്നു? കർത്താവേനി കൽപ്പിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. കർത്താവേനി മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടി തന്നു. രണ്ടുപേർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് അത് കല്യാണത്തിൽ ചെന്നെത്തി കാണുമല്ലോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചന്മാർക്ക് എന്തായിരുന്നു നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം? ഇപ്പോഴത്തെ നിങ്ങളുടെ ന്യൂ ജനറേഷൻ മക്കളെ കുറിച്ച് എന്താണ് അഭിപ്രായം?
കുറച്ച് ആത്മീയ കാര്യങ്ങളെ പറ്റി ചോദിക്കാം. നമ്മുടെ ഇടവക പള്ളിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാതെ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണം. നമ്മുടെ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അച്ഛന്മാരെ പറ്റി എന്താണ് അഭിപ്രായം? തളരി വിളക്ക് തെളിഞ്ഞതാണോ, കുന്നമരം തുലഞ്ഞതാണോ, മാനത്തു നിന്നാലും വന്നതാണോ, മാനത്തു നിന്നാലും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ട്രെൻഡ് സോങ്ങിൽ നമുക്ക് ഈ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചാലോ?
കുട്ടിച്ച നിർത്തറ, ഞങ്ങളെ കൂടെ കൂട്ടിയിട്ട് കളിച്ചാൽ മതി. ഇടവേദനമല്ലേ, അങ്ങനെ തന്നെ കളിക്കണ്ട, ഞങ്ങളും കൂടി വരട്ടെ. ആയിരം പാദസരങ്ങൾ കിളുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിളുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ ഒരിക്കൽ കൂടി ആയിരം സരങ്ങൾ കിളുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. ഒന്ന് നിർത്തണേ എൻ്റെ പൊന്നെ, ഇതെന്താണ്? കൈക്കാരനും വിവിധ സംഘടനാ ഭാരവാഹികളും ചേർന്ന് അടിച്ച് പൊളിക്കുകയാണല്ലോ. അച്ഛാ കഴിഞ്ഞിട്ടില്ല, വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. വരെ ശ്രദ്ധിക്ക്, വിചാരിച്ചും പറഞ്ഞല്ലേ. എടാ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലാ എങ്ങനെ? ഓക്കെ അല്ലേ? ഓക്കെ. അതെ അതെ, ഇനിയിപ്പോ കാര്യങ്ങൾ ഒന്നും കൂടി ഉഷാറാക്കേണ്ടി വരും. മുണ്ടൊന്നും ഇനി വേണ്ടതേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു
പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും. പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും. കുഞ്ഞിമണി കുഞ്ഞിറങ്ങി ചെന്നിറങ്ങും താഴ്വരയിൽ നിന്നെ കാത്തു നിന്നിരുന്നു ചെങ്കളിരും മുന്തിരിയും ചില ചില ചിലര ചില ചില ചിന്ന ചിന്ന ചിന്നര ചിന്ന ചിന്ന എന്തെടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ കത്തെടുത്തോ എനിക്കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മതപ്പോ നിൻ കൊതിപ്പോ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കതിൽ ചൊല്ലാം ഞാൻ
സംഗമിച്ചൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രം തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആടുകമുറിയിൽ നീയായി വന്നൊരു പരിശുദ്ധാത്മാവേ ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആടുകമുറിയിൽ നീയായി വന്നൊരു പരിശുദ്ധാത്മാവേ ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി ഞങ്ങളെ പോലും പെണ്ണായി മാറ്റിയൊരു അഭിഷേകക്കാറ്റിൽ അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ 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 പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല എവിടെ നിന്നോ വന്നു ഞാൻ എവിടേക്കോ പോന്നു ഞാൻ എവിടെ നിന്നോ വന്നു ഞാൻ എവിടേക്കോ പോന്നു ഞാൻ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ മോഹങ്ങൾ മരവിച്ചു മോതിര കൈ മുരളിച്ചു മനസ്സു മാത്രം മുരളിച്ചില്ല മുരളിച്ചില്ല മനസ്സ് മുരളിച്ചില്ല പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല ദുഃഖഭാരം ചുമക്കുന്ന കുറ്റഗുണ
രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ തീരും കാനായിലും കടലയിലും കാൽവരിയിലും കാലിത്തൊഴുത്തിലും കാനായിലും കടലയിലും കാൽവരിയിലും കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ കാലൊച്ച കേട്ടു ഞങ്ങൾ രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു തളരുമ്പോൾ തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു തളരുമ്പോൾ മറ്റാരുമാരുമില്ല ആശ്രയത്തിൽ വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ
രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. പ്രാർത്ഥിക്കാൻ സമയമായി, ഒന്നിനും കാണുന്നില്ലല്ലോ. എടി മറിയേ, വാടി കുരിശ് വരയ്ക്കാടി. ഓ, ഞാൻ നാളെ കല്യാണത്തിന് പോകാനുള്ള സാരി ഒന്ന് തപ്പിക്കോട്ടെ. അവളുടെ സാരിഭ്രാന്ത്. എടാ കറിയ, വാടാ കുരിശ് വരയ്ക്കാടാ. രാവിലെ മുതൽ അന്ത്യ ആവുന്നവരെ ഫോണും ചെവി വെച്ചോണ്ട് ഇരിപ്പ. അപ്പാ വാ നമുക്ക് കുരിശ് വരയ്ക്കാം. എടാ മോനെ, ഈ സീരിയൽ ഒന്ന് കഴിയട്ടടാ, ഞാൻ വരാം. അപ്പാപ്പനെങ്കിലും വാ, നമുക്ക് കുരിശ് വരയ്ക്കാം. മോനെ ജോലി കൂട്ടിയേ, അപ്പന് പാടില്ലടാ, അപ്പന് പാടില്ല. രാവിലെയും വൈകുന്നേരവും സ്റ്റേഡിയത്തിൽ പോയി നിരങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല. കുരിശ് വരയ്ക്കാൻ വിളിക്കുമ്പോ മാത്രം ചുമയും കൊരയും. ഓ എന്റെ കർത്താവ്, പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോ മാത്രം ഒറ്റെണ്ണത്തിനെ കാണില്ല. ഇവിടെയാണ് 100 കൂട്ടം പ്രശ്നങ്ങൾ. ഓ എന്റെ ദൈവമേ, എന്റെ കഷ്ടകാലം ഒന്ന് തീർന്നു കിട്ടിയാ മതി. എടി അറിയക്കുട്ടി എന്നാ പറ്റിയടിയേ? പിന്നെ അവക്കടെ സാരി കീറിപ്പോയോണ്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ കളസം കീറി തുടങ്ങി. എടി നിനക്കും കൂടി അറിയാവുന്നതല്ലേ ഈ വീടിന്റെ അവസ്ഥ? നിങ്ങൾ ഇവിടെ ദൈവത്തിനെ വിളിച്ചിരുന്നോ? എന്റെ പൊന്നു മനുഷ്യനെ, ഇങ്ങനെ പണി വേളി ഇല്ലാതിരുന്ന എങ്ങനെ സാരി വാങ്ങിക്കുന്ന വിചാരം? ഓ നിന്റെ ഒടുക്കത്തെ ഒരു സാരി. എടി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനല്ലേ? ഓ പിന്നെ എന്തേ അനിയനെ വലിയ രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ലേ? ഓ വലിയ കാര്യമായി പോയി. ഇല്ലാത്ത കാശുണ്ടാക്കി പെങ്ങളെ ഞാൻ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ ഓഹോ, വയ്യാത്ത അപ്പനെയും അപ്പാപ്പനെയും ഞാൻ നോക്കുന്നില്ലേ? ഇവരുടെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും? എടി മറിയക്കുട്ടി, എന്നാന്നേ നീ നിങ്ങോട്ട് നോക്കിയേ. ഓ പോടുന്നു. അതല്ല പിന്നെ എന്നാത്തിനാ? എടി മറിയക്കുട്ടിയെ, ഇനി ഇവിടെ പിടിച്ചു നിൽക്കണം. ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്നാ വഴിയാ? ദേവന്റെ അടുത്ത കഷ്ടകാലം.
അപ്പൻ അവിടെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പാടില്ല. അപ്പനെ നിനക്ക് മൂക്കിലെ പഞ്ഞി വെച്ച് കിടത്താനല്ലേ ധൃതി. നിനക്ക് അപ്പനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടാടാ ജോർജ് കുട്ടിയെ? അപ്പൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടെന്നാ പറയണത്? നീ ഏത് നേരം ഈ പെണ്ണുപിള്ളേരെ പിറകെ നടന്നിട്ട് എന്താടാ കാര്യം? അപ്പൊ അപ്പം തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഞാനെന്ത് പറഞ്ഞതാ? കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോന്ന്. ആ ഈ തിരിച്ച് ഇവിടെ വന്ന് കയറിയ പിന്നെ ഈ വീടിന്റെ കഷ്ടകാലം പറഞ്ഞു. അപ്പനാണെന്ന് ഞാൻ നോക്കൂല, എന്നെ എന്ത് വേണേലും പറഞ്ഞു. എന്റെ പെണ്ണും പിള്ളേനെ പറഞ്ഞാണ്ടല്ല. ഇവളെ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയൂടാ. ഇവള് എന്ത് കാണിക്കുന്ന അപ്പം പറയണത്? കർത്താവേ, എനിക്ക് ഇതിങ്ങളുടെ ഇടയിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതിയേ. അപ്പന്റെ അപ്പനോടൊന്ന് പറഞ്ഞൂടെ എവിടെയെങ്കിലും പോയി ഒന്ന് കിടക്കാനായിട്ട്? ഞാൻ അപ്പനോട് പറഞ്ഞ അപ്പൻ കേൾക്കൂലടാ. ഓ വല്യപ്പനെന്തിനാ കരയണത്? കുറവുണ്ട് വല്യപ്പ? ആ ഇപ്പൊ കുറവുണ്ട് മോനെ ജോർജ് കുട്ടിയെ. ഒരു 50 രൂപ താടാ. എന്റെ ഇല്ല. നിന്റെ 50 രൂപ ഇല്ലേ? ഇല്ല. നിന്റെ കയ്യിൽ 50 രൂപ ഇല്ലേ? ഇല്ലെന്ന്. എടാ മോനെ ജോർജ് കുട്ടിയെ, ഇടവക വാർഷം വരെയില്ലേടാ. അപ്പന്റെ മുഖം ഒന്നും ഫേഷ്യൽ ചെയ്യണ്ടേടാ, മുടിയൊക്കെ ഒന്ന് കർമ്മിക്കണ്ടേടാ. ഇതിനൊരു 50 രൂപ ചോദിച്ചപ്പോ നിന്റെ കയ്യിലില്ല. ഓ കിളവന്റെ ഒരു പൂതി. നീ പോയി എവിടുന്ന്? അയ്യോ അയ്യോ എന്താടാ നോക്കി നിൽക്കുന്നത്? കൂടെ കരടാ. അതെ എന്റെ പോക്കറ്റിൽ കിടന്ന് 200 രൂപ കാണാനില്ല. ചേട്ടനെടുത്തോ? ഞാനെടുത്തിട്ടില്ല. അപ്പനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. അപ്പാപ്പനെടുത്തോ? ശരിക്കും എടുത്തിട്ടില്ല. ചേച്ചി എടുത്തോ? എനിക്ക് അറിയാൻ പൈസ വേണ്ട. പിന്നെ 200 രൂപ ആരെടുത്ത്? എടാ നിന്റെ പോക്കറ്റിൽ കിടന്ന 250 എങ്ങനെയാണാ 200 ആകുന്നത്? അത് ശരി, അപ്പാപ്പനാണല്ലോ എന്റെ കാശ് എടുത്ത്. മര്യാദക്ക് എന്റെ കാശ് എടുത്തില്ലെങ്കിൽ ഈ കറിയാരാന്ന് നിങ്ങൾ അറിയും. നീ ആരാടാ? ചെറുപ്പം തൊട്ടേ ചെറുപ്പക്കാരികൾ ചെറുത്തുപോയവനാ, നടന്നവനാ, കണ്ണുപൊളി നടത്തിയവനാ, പൊളിഞ്ഞപ്പത്തെറിയും കേട്ട് നാട് വിട്ടവനാ. പറയും പറയാനറിയില്ലേലും ചോറകൾ ചോറായി പറയും കവിയാ. ചെറിയാറ്റേ ഭാഗ്യമറിയാൻ വേണ്ടേ സ്വർണ്ണമാല പറിച്ചെടുത്ത് മറിച്ചു വിട്ടവനാ. കറിയകച്ചവയാ വെറും ചീട്ടങ്ങട്ടവനാ, ചെറുപ്പം തൊട്ടേ ചെറുപ്പക്കാരികൾ ചെറുത്തുപോയവനാ. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം നീ വെറും കച്ചറയാന്ന്. അയ്യോ ആരടി കച്ചറ? നിന്റെ കെട്ടിയോ? അല്ലാണ്ടാരാ എന്നെ കെട്ടിയോന്ന് പറഞ്ഞാൽ നീ തന്റെ സ്വഭാവം മനസ്സിലാക്കും. പറഞ്ഞ നീ ഇപ്പൊ എന്ത് ചെയ്യോടി? അല്ലെങ്കിൽ നീ ഇവിടെ വന്ന് കേറിയ പിന്നെയാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഈ വീട്ടിലുണ്ടായത്. ഓ നീ ഇവിടെ വന്ന് കയറിയ പിന്നെ ഇവിടെ മൊത്തം മുടിഞ്ഞു പോയത്. ആ പണ്ടാറടങ്ങാനായിട്ട് ഞാനിവിടെ വന്ന് കയറിയപ്പോ എന്നാ തേങ്ങാടി ഇവിടെ ഉണ്ടായിരുന്നേ? എന്താ അടി ഇല്ലാതിരുന്നേ? ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നോ? ഒരു TV ഉണ്ടായിരുന്നോ? ഒരു ഡിഷ് ഉണ്ടായിരുന്നോ? ഒരു മിക്സി എങ്കിലും ഉണ്ടായിരുന്നോ? ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു. മനസമാധാനം ചാടി അടിയടി അടിയടി. അയ്യോ നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിയടി. എടി സൂസി, നാളെ ആ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ലാസ്റ്റ്
ഡേറ്റ്. അയ്യോ ഇതിനിടയ്ക്ക് അതും വന്നാ നെറ്റിന്റെ ബില്ല് വന്നിട്ടുണ്ടാ, അത് അടക്കണം കേട്ടാ. കേബിൾ ടിവിയുടെ ബില്ലടിച്ചില്ലെങ്കിൽ ഫാഷൻ ലാൻഡിൽ കാണാൻ പറ്റില്ല കേട്ടോടാ. അപ്പൊ പിന്നെ എന്റെ മോളുടെ ഫീസോ? ഒന്ന് നിർത്തണണ്ട നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ബില്ല്. കൊല്ലിഞ്ഞ സാരി മേടിക്കുകയാണെങ്കിൽ എനിക്ക് ജീൻസും ടീഷർട്ടും എന്തായാലും വേണം. മോനെ അപ്പാപ്പന്റെ ഡൈയുടെ കാര്യം എന്തായടാ? അയ്യടാ, ഡയ്യാവാറായ മുതുകിളവനാ ഇനിയിപ്പൊ ഹെയർ ഡൈ. നീ മോടി എവിടുന്ന്? ഡയ്യും ഡിയും ഒന്നും വേണ്ട, എനിക്കൊരു ഷൂസും ബർമുടയും ഒരു തൊപ്പിയും വാങ്ങി തന്നാ മതി. എന്റെ കർത്താവേ, ഡൈ മേടിച്ചില്ല ഞാനിപ്പോ ചത്തുപോവേ. ആഹാ, ഈ തറവാട്ടിലെ കാശ് കൊണ്ടേ നിങ്ങളിങ്ങനെ ഓരോന്ന് മേടിക്കാമെങ്കിൽ എനിക്കും വേണം കുറെ സാധനങ്ങള്. ദേ അവള് പറഞ്ഞതിനും കുറെ കാര്യമുണ്ട്. പാർട്ടിക്ക് തരാന്ന് പറഞ്ഞ 3500 ഫണ്ട് എനിക്കിപ്പൊ കിട്ടണം. ഓ എന്റെ കർത്താവേ, ഇവറ്റകളെ കൊണ്ട് ഞാൻ തോറ്റല്ല. ഓ എന്റെ ദൈവമേ, നിങ്ങളെല്ലാം കൂടി ഇവിടെ കിടന്ന് എന്തേലും കാട്ടി കൂട്ടട്ടെ. ഞാൻ എങ്ങോട്ടേലും പോവാ. ഒന്ന് നിർത്ത് മോനെ ജോർജ് കുട്ടി, നീ എങ്ങോട്ടും പോകണ്ടടാ. കർത്താവിന്റെ മാലാഖ മുറ്റത്ത് വരുന്ന നേരത്ത് ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ഈ വീട്ടിലുള്ളു മക്കളെ. വാ, നമുക്ക് കുരിശു വരയ്ക്കാം. മക്കളെ, അപ്പനും മകനും കൊച്ചുമക്കളുമായിരുന്നിട്ട് പോലും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും താല്പര്യങ്ങളും വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തകളെല്ലാം ഐക്യത്തിലാകണമെങ്കിൽ നമ്മുടെ വികാരി അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ തമ്പുരാന്റെ മുൻപിൽ ഒരുമിച്ച് നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം.